അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ ആയി. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ പുരുഷ സമത്വത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് പരോക്ഷ മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വേണ്ട, സാരില്ല. സാറുണ്ട്, ഞാനിപ്പോ ശരിയാക്കി. സ്ത്രീക്ക് തുല്യത വേണമെന്ന് പറയുമ്പോൾ ചിലർ പ്രകോപിതരാവുകയാണ്. അത്തരക്കാരെ എന്താണ് വിളിക്കേണ്ടതെന്ന് താൻ പറയുന്നില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ വിവാദത്തിന്റെ തുടക്കം നോക്കുമ്പോൾ ഭയങ്കര കൗതുകമാണ്. കാരണം ഈ മെക്സവൻ വ്യായാമം, ആ വ്യായാമ മുറയാണല്ലോ ഈ വിവാദങ്ങളുടെ ഒക്കെ തുടക്കം. ഇടകലർന്ന് വ്യായാമം ചെയ്യുന്നത് മതവിരുദ്ധമാണ്. സ്ത്രീയും പുരുഷനും ഇടകലർന്ന് വ്യായാമം ചെയ്യുമ്പോൾ അത് അവിഹിതത്തിലേക്ക് നയിക്കുന്നു എന്ന് കാന്തപുരം വിഭാഗത്തിലെ മറ്റൊരു നേതാവ് പ്രതികരിക്കും. ശൂന്യാകാശത്താണ് അവര് സ്പേസ് വാക്ക് നടത്തിയത്. ബുച്ച് വിൽമോർ എന്ന് പറയുന്ന സ്വന്തം സഹപ്രവർത്തകരുമായിട്ടാണ്. അവിടെ ആരെങ്കിലും ലിംഗനീതിയും ലിംഗസമത്വത്തെയും കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ വില പോകുമോ? ആ കാലം മാറിയില്ലേ? അപ്പോൾ സുനിത വില്യംസിന് ശൂന്യാകാശത്ത് പോലും അങ്ങ് സ്പേസ് വാക്ക് നടത്താൻ ബുച്ച് വിൽമറിനെ കൂട്ടുപിടിക്കുന്നൊരു കാലത്തിരുന്നു കൊണ്ടാണ് നമ്മൾ മെക്സവൻ പോലെയുള്ളൊരു വ്യായാമ മുറയിൽ സ്ത്രീയും പുരുഷനും ഇടകലരുന്നത് ഹറാമാണ് എന്ന് ഒരു വിശ്വാസ സമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നത്. കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. കള്ളൻ താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. എന്തോ അനുഭവം പറയാം. മർക്കസിൽ ഞാൻ ജേർണലിസം കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്ത് റിപ്പോർട്ടറായി കോഴിക്കോട് കൈരളിൽ റിപ്പോർട്ടറായി ജോയിൻ ചെയ്ത സമയത്ത് മർക്കസിൽ കാന്തപുരത്തിൻ്റെ ഒരു അഭിമുഖം എടുക്കാൻ ഞാനിപ്പോൾ കിട്ടും അഭിമുഖം എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ്. മർക്കസിലേക്ക് സ്ത്രീകളാരും വരാറില്ല. ഞാനതിലെ കയറിപ്പോയപ്പോഴേക്കും ഒരു പെണ്ണെങ്ങനെ ഇതിലേക്ക് കയറി എന്നുള്ള മട്ടിൽ പല ഭാഗത്തു നിന്ന് നോട്ടം വന്നു. എന്നിട്ട് ഞാൻ കാന്തപുരത്തിന് ഇന്റർവ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഇന്റർവ്യൂ തരാൻ തയ്യാറായില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞു. അവസാനം ഞാൻ എൻ്റെ ചോദ്യങ്ങൾ എൻ്റെ ഡ്രൈവർക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം പോയി ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്ര പോലും സ്ത്രീകളെ കാണരുത്. അതെന്തോ നോമ്പുകാലാന്ന് തോന്നുന്നു. സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീകളെ കാണില്ല എന്ന നിലപാടൊക്കെ എടുക്കുകയാണ്. ഒരു കയ്യബദ്ധം. സമവാക്യങ്ങൾ പൊളിയുകയാണോ അതോ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടാനായിട്ടുള്ള ഒരു ആശയാടിത്തറ ഇട്ടുകൊടുക്കുകയാണോ കാന്തപുരം എന്ന് അറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെ പോലെ പേടിത്തൊണ്ടനായ ഒരു മനുഷ്യ ഭൂലോകത്തില്ല. കുഴിമടിയ തോന്നും MV കാന്തപുരം പറഞ്ഞത് ഒരു തരത്തിലുമുള്ള ഇടകലരൽ പാടില്ല. സ്ത്രീയും പുരുഷനും അപ്പ കണ്ടാൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അപ്പോൾ അവിഹിതമാകുമെന്ന് കാന്തപുരം അങ്ങനെ പറഞ്ഞിട്ടില്ല. കാന്തപുരം പറഞ്ഞത് ഈ വ്യായാമ വേളകൾ ഒന്നിച്ചാക്കുന്നതിനെ കുറിച്ചാണ്. കൃത്യമായി കാന്തപുരം പോലുള്ള മതപണ്ഡിതരെ ആശങ്കപ്പെടുത്തുന്നത് മുസ്ലിം സ്ത്രീകൾ പൊതുവെ പുരോഗമന നിലപാടുകളിലേക്ക് വല്ലാതെ വരുന്നു. ആ രൂപത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി അങ്ങ് നടപ്പാക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ഞങ്ങളുടെ സ്വത്തും ഒന്നുകൂടി വിളിച്ചു പറയും, ഇതാണ് നമ്മുടെ സ്വത്തും, ഇതിലേക്ക് വരണം, മടങ്ങി വരണം എന്ന് മതപണ്ഡിതരുടെ പ്രസംഗങ്ങളിലൊക്കെ ഇത് കാണാം. തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? നീയേ വെറും ബ്രിട്ടാസായ മതി, ബ്രിട്ടീഷ് ആവണ്ട കേട്ടോ. പ്രസംഗങ്ങളിലൊക്കെ എല്ലായിടങ്ങളിലും ഈ പരിഭ്രാന്തിയുണ്ട്. ഓക്കെ, അപ്പോൾ സമവാക്യങ്ങൾ പൊളിയുന്നു എന്നാണ് ചോദ്യം. യെസ് എന്നാണ് ഒരാളുടെ അഭിപ്രായം, നോ എന്നും 3 പേരും.